പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 85-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ. സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവമേ നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കണം. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ, ദൈവത്തിന് സ്തുതി അർപ്പിക്കുവാനാണ് ദൈവം നമ്മൾ തിരഞ്ഞെടുത്തത്. അത് സാധിക്കാതെ വന്നപ്പോൾ ജനം വീണ്ടും പറയും, ദൈവമേ നിന്റെ ജനം നിന്നിലൊന്ന് ആനന്ദിക്കുവാൻ നീ വീണ്ടും ഞങ്ങളെ ജീവിപ്പിക്കുകയില്ലയോ. ഇന്നത്തെ പകൽക്കാലം നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ദൈവമേ നീ ഞങ്ങളെ ഒന്ന് ജീവിപ്പിക്കണം, നീ ഞങ്ങളെ ഒന്ന് ഉയർത്തണം. മരിച്ചവരുടെ ഇടയിൽ കിടക്കുന്ന ഉറങ്ങുന്നവരൊക്കെ ഒന്ന് എഴുന്നേൽക്കണം, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ. സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് പകൽക്കാലം നമുക്കൊരു ഉയർപ്പിന്റെ പകൽക്കാലമാണ്. നമ്മൾ എവിടെയൊക്കെയാണോ ഇരുന്നു പോയത് ആ സാഹചര്യത്തിൽ നമ്മൾ എഴുന്നേൽക്കാണ്ട് വന്നോ പറയുക. എന്തിനാ എഴുന്നേൽക്കുന്നത്? നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവാൻ, നമ്മുടെ ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ. സ്തുതിക്കുന്ന നേരുള്ളവർക്ക് സ്തുതി ഉചിതമാണ്, സ്തുതിക്കുന്ന നേരുള്ളവർക്ക് അത് അനുഗ്രഹമാണ്. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. കാരണം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കൾ ദൈവകൃപയിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുമ്പോൾ അതിനകത്ത് വലിയൊരു സന്തോഷമാണ് ലഭിക്കുന്നത്. ഇന്നത്തെ പകൽക്കാലം ദൈവം നമ്മളെ ഉയർത്താൻ പോകുകയാണ്. ദൈവം നമ്മെ കരം പിടിച്ചുയർത്തുമ്പോൾ എന്തിനാ? നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ. അതാ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കുവാൻ ദൈവമേ നീ ഞങ്ങളെ ഒന്ന് ഉയർത്തുകയില്ലയോ. എത്ര പേർക്ക് പറയാൻ സാധിക്കും, കർത്താവേ ഇന്ന് പകൽക്കാലം അങ്ങനെ ഒന്ന് ഉയർത്തണമേ, എനിക്ക് അങ്ങിലൊന്ന് സന്തോഷിക്കണം, അങ്ങിലൊന്ന് ആനന്ദിക്കണം. എൻ്റെ ഈ ചാവാറ, എൻ്റെ അലസതകളൊക്കെ ഒന്ന് വിട്ട് ദൈവമേ എനിക്കൊന്ന് എഴുന്നേൽക്കണം, എൻ്റെ കർത്താവിനെ ഒന്ന് പാടണം, എൻ്റെ കർത്താവിനെ ഒന്ന് ആരാധിക്കണം, എൻ്റെ ദൈവത്തിന് ഒന്ന് മഹത്വം കരയേറ്റണം. സ്തോത്രം. ദൈവത്തെ നാം എത്രത്തോളം സ്തുതിക്കുന്നോ, എത്രത്തോളം ദൈവത്തിന് മഹത്വം കരയേറ്റുന്നോ, അത്രത്തോളം ദൈവാനുഗ്രഹം നമ്മളിലേക്ക് ഇറങ്ങി വരിക. നമ്മുടെ പ്രതികൂലങ്ങൾ മാറുക, നമ്മുടെ പ്രയാസങ്ങൾ മാറുക, നമ്മുടെ ഇല്ലായ്മകൾ മാറുക. ആകയാൽ ദൈവത്തിന്റെ പൈതലെ നീ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക, ആരാധിച്ച് മുൻപോട്ട് പോകുക. ദൈവം നിന്നെ കരം പിടിച്ചുയർത്തും. ദൈവം നിന്നെ ബലപ്പെടുത്തുന്ന ദൈവമാണ്. ആകയാൽ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് ഇന്ന് പകൽക്കാലം നമുക്ക് മുൻപോട്ട് പോകാം. ദൈവം നമ്മെ ഉയർത്തും, ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദൈവത്തിന്റെ വിശ്വസ്തത വലിയതാണ്. നാം തളർന്നിരിക്കുന്ന സാഹചര്യങ്ങളിൽ തന്റെ കരം നീട്ടി തന്റെ കരത്താൽ നമ്മളെ പിടിച്ച് പാറമേലാക്കി നമ്മുടെ വായിൽ പുതിയൊരു പാട്ട് നമ്മെ നിർത്തുന്ന ഒരു ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമ്മൾ അനുഭവിച്ചറിയാൻ പോകുകയാണ്. അതുകൊണ്ട് നമ്മുടെ കണ്ണുനീരിനെ തുടയ്ക്കാം, നമ്മുടെ വേദനകൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ നമുക്ക് എഴുന്നേൽക്കാം. സ്തോത്രം. അതേ പാരലൈസ് ആയിരുന്ന തളർ രോഗിയോട് യേശു പറഞ്ഞു, നിന്റെ കിടക്കയെടുത്ത് നടക്കാൻ പറഞ്ഞതുപോലെ എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങളുടെ തളർച്ച വിട്ട് നിങ്ങളൊന്ന് എഴുന്നേൽക്കുക, നിങ്ങളുടെ വിഷമം വിട്ട് നിങ്ങളൊന്ന് എഴുന്നേൽക്കുക, നിങ്ങളുടെ മുഖം ഒന്ന് കഴുകിക്കാട്ട്, നിങ്ങളുടെ കണ്ണുനീരൊന്ന് തുടച്ചാട്ട്, നിങ്ങളുടെ കൈകളൊന്ന് ബലപ്പെടുത്തിയാട്ട്, നിങ്ങളുടെ കാലുകൾ സഞ്ചരിപ്പാൻ തക്കണം ബലമുള്ളതായി തീരട്ടെ. കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട്. കർത്താവ് നിങ്ങളെ ജീവിപ്പിക്കാൻ പോകുന്നു. ആ ജീവനുള്ള കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങി വരുമ്പോൾ നിങ്ങളുടെ ബലഹീനതകൾ മറന്ന്, ബലഹീനതകൾ മാറി നിങ്ങൾ ബലത്തോടെ എഴുന്നേൽക്കാൻ പോകുക. ഈ പകൽക്കാലം ആ കർത്താവിൽ എഴുന്നേൽക്കാം, കർത്താവിന് വേണ്ടി ചിലത് ചെയ്യാം. ദൈവം അത്ഭുതം കണ്ട ദൈവമാണ്. ഈ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാം, ദൈവമഹത്വം കാണാം. കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഈ വചനത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.